അപ്പോ സഭയെ വളർത്തുന്ന ആരാണ്? ദൈവമാണ്. ഞാനിങ്ങനെ പറഞ്ഞാൽ പുറകെ കേൾക്കാൻ പാടില്ലേ? എന്റെ തോണ്ടൊന്നും വേണം. അപ്പൊ ചില ശാന്തമായിട്ട് പറയുന്നതാണ് ഇപ്പൊ കൂടുതൽ ഇഷ്ടം. അപ്പം ഇവിടെ വളരുമാനാക്കുന്നത് ആരാണ്? ദൈവമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വളരുമാനാക്കുന്നു എന്ന് പറഞ്ഞിട്ട് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ 7-ാമത്തെ വാക്യം വെച്ച് ആകയാൽ ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അപ്പൊ ഇതൊരു ദൈവിക സത്യമാണ്. ഞങ്ങൾ ദേവദാസന്മാർക്ക് ചൂണ്ടുപലകകളാണ്, ദൈവത്തിലേക്കുള്ള വഴികാട്ടികൾ മാത്രം. നിങ്ങളെ വളരുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതിനുള്ള എല്ലാ സാധ്യതകളും എന്ത് ചെയ്യുന്നു, പറഞ്ഞു തരുന്നു. അവസാനം ക്രിസ്തുവിനെ കാണിച്ചു തന്നിട്ട് നമ്മൾ ഈ തേങ്ങ പൊതിക്കുമ്പോൾ ചൈന എടുത്ത് പള്ളയിലേക്ക് തേങ്ങ എടുത്ത് അമിച്ചു വരുത്തി അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അത് തല്ലി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ചെല്ലെടുത്ത് ചെറ്റെടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ശുശ്രൂഷയിൽ ഞങ്ങളൊക്കെ ഉപയോഗിക്കപ്പെട്ട് തീർന്നു പോകും. എന്നാൽ നിങ്ങൾ ദൈവസഭയിൽ പ്രതിഫലമുള്ളവരായി തീരും. നിങ്ങൾക്ക് നിത്യതയിൽ പ്രതിഫലം ലഭിക്കും, ഞങ്ങൾക്കും കിട്ടും കൂടി. താഴെ അടുത്ത വാക്യം വായിച്ചേ. ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. സ്തോത്രം, സ്തോത്രം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി തക്കവണ്ണം കിട്ടും, കൂലി കിട്ടും. അപ്പൊ ഈ സഭയുടെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോലും, ചെറുതായ നിലകളിൽ പോലും നിങ്ങളെ കഷ്ടം സഹിച്ചാൽ, ദൈവദാസനോട് ചേർന്ന് നിന്നാൽ അതിനുള്ള കൂലി കിട്ടും. എവിടെ കിട്ടും? ഇവിടെയും കിട്ടും, നിത്യതയിലും കിട്ടും. ഇവിടെയും ലഭിക്കും, നിത്യതയിലും ലഭിക്കും. ഒരു ദീർഘമായ മെസ്സേജിനുള്ള സമയമില്ല, അങ്ങനെ അതിന്റെ ആവശ്യവുമില്ല. എന്നാൽ ഹ്രസ്വമായ നിലകളില് ആരാധനയോടുള്ള ബന്ധത്തില് നമ്മള് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും യെശയ്യാ പ്രവചനത്തിൽ നിന്നും ഒരല്പസമയം തിരുവചനത്തിൽ ചില ചിന്തകൾ വേഗത്തിൽ ഷെയർ ചെയ്ത് ഞാൻ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഉത്ഭവം ദൈവമാണ്. 42-ാം അധ്യായം 10-ാം വാക്യം ബൈബിളിൽ നമുക്ക് വായിച്ചു കേൾക്കാം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എപ്പോഴാണ് പ്രാർത്ഥിച്ച സാഹചര്യം എന്ന് പറയാമോ? കഷ്ടത്തിലായി എന്നൊക്കെ ഒറ്റ വാക്കി തീരില്ലല്ലോ. ശരീരത്തിന് മുഴുവൻ നിങ്ങൾ പേടിക്കുന്നില്ല. ഞാൻ ഒരു പാവം മനുഷ്യൻ. ശരീരത്തിന് മുഴുവൻ എന്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഓട്ടോറിക്ഷ ചേർന്നിക്കൊണ്ടിരുന്നു. പിന്നെ ഈ പിള്ളേർ പറയും ഇവർ മിണ്ടായിരിക്കും, മിഠായി മേടിച്ചാൽ എന്തെങ്കിലും വരും. 3 കൊല്ലത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ദിവസം വരാം പറഞ്ഞ് ഓട്ടോറിക്ഷ ചേർന്നിക്കൊള്ളു. പിന്നെ എന്താ ഇത്രയും സംഭവിച്ചുള്ളൂ. ധനസമ്പത്ത് പോയി. എത്ര പിള്ളേരുണ്ടായിരുന്നു? ഇതൊന്നും അറിയില്ലേ? ഇതൊക്കെ അറിയാവുന്നത് തന്നെയാണ്. ചുരുക്കി പറയുന്നു, 10 മക്കളുണ്ടായിരുന്നു. 10 മക്കളും എന്ത് ചെയ്തു? എത്ര ദിവസം കൊണ്ട്? ഒറ്റ ദിവസം കൊണ്ട്. മൃഗസമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട്. കൃഷിയിടം ഒറ്റ ദിവസം കൊണ്ട്. ഏറ്റവും സ്നേഹിച്ച ഭാര്യ, ഇതിനുള്ള താമസം ഉണ്ടായോ? അപ്പൊ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തിന്റെ ഗതികളിലെ മാറ്റപ്പെടുത്തുവാൻ കഴിവുള്ളവനായ ദൈവത്തിന് നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മൾ സാഹചര്യങ്ങളെ കുറിച്ചുള്ളതായ ആവലാതികളും പരാതികളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്ഥിതി മാറ്റിയിട്ട് പ്രാർത്ഥിപ്പിക്കുകയല്ലേ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അവരുടെ സ്ഥിതിയെ ദൈവം ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ നമ്മുടെ സ്ഥിതി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെയോ
മറ്റുള്ളവരുടെ സ്ഥിതിക്ക് മാറ്റം വരണോ? പറ. പേടിക്കാതെ പറ. നമ്മുടെ രോഗം മാറണം, നമ്മുടെ കടഭാരം തീരണം, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരണം. ഇവിടെ തിരുവചനം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുമ്പോൾ വാസ്തവത്തില് നിത്യജീവന്റെ ഉറപ്പ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നതാ. ആ നിത്യജീവന്റെ ഉറപ്പ് ഇട്ടൊന്ന് ശ്രദ്ധിക്കാമോ? അതായത് മരണാനന്തര ദൈവം ഒരുക്കുന്ന പരദീസയ്ക്കുള്ള അവകാശം ദൈവം നമുക്ക് എന്ത് ചെയ്തു? തന്നു. നാം തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ ഇയ്യോബ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മപ്പെടുത്താം. എന്റെ ഈ ശരീരം ദ്രവിച്ച് മണ്ണോട് ചേർന്നാലും ഞാൻ ദേഹസഹിതനായി എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ യഹോവയെ ഹല്ലേലൂയ. അപ്പോ അത് കഷ്ടത വന്നതിന് ശേഷം പറഞ്ഞൊരു കാര്യമാണ്, അല്ലെ? പ്രതിസന്ധിയിൽ തകർന്നതിന് ശേഷം പറഞ്ഞ കാര്യമാണ്. ആ മനുഷ്യൻ പറയുകയാണ്, അന്യനല്ല, എന്റെ സ്വന്തം കണ്ടാൽ എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കുന്നു. ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ ആ ബോധ്യം ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാം. അപ്പൊ ഈ ഉറപ്പ് കിട്ടിയ ഇയ്യോബിനോട് പറഞ്ഞ കാര്യം, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നാം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും രണ്ട് എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. ഒന്ന്, ധനവാനായ ഒരു മനുഷ്യന്റെ പടിപ്പുരയ്ക്കൽ വ്രണം നിറഞ്ഞ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഉണ്ടായില്ലേ? ഉണ്ടായി. അപ്പൊ അവന്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞിരുന്ന സമയത്തും, നേഴ്സുമാർ ആരാധക നിങ്ങൾക്കറിയാലോ, രാജഗിരിയില് അതുപോലെ എന്താ പറയുക, റിലേ മെഡിസിറ്റിയോ മെഡിക്കൽ ട്രസ്റ്റ്, അവിടുത്തെ ഒന്നും നേഴ്സുമാരല്ല, ആണോ? അല്ല. നാം മനസ്സിലാക്കേണ്ട കാര്യം, ആ വ്രണം നിറഞ്ഞു കിടന്ന മനുഷ്യൻ അവനും മരിച്ചു, ധനവാനും മരിച്ചു. ഈ ലാസർ മരിച്ചു കഴിയുമ്പോൾ ദൈവം അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവനും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അവൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു, അവൻ ദൈവപൈതലായിരുന്നു, അവൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നു, അവൻ ദൈവഭക്തിയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു. അപ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന വ്രണം, തന്റെ രോഗാവസ്ഥ, അനാഥത്വം, കഷ്ടത, ആരുമില്ലാത്ത അനുഭവം, ഇതൊന്നും നിത്യതയ്ക്ക് തടസ്സം അല്ല. ആമേൻ, ആമേൻ. ക്യാൻസറിന് നിത്യതയെ തടയാൻ പറ്റില്ല, അറ്റാക്കിന് നിത്യതയെ തടയാൻ പറ്റില്ല, കിഡ്നി രോഗത്തിന് നിത്യതയെ തടയാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിലെ യാതൊരു രോഗാവസ്ഥയ്ക്കും ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഉറപ്പ് നമ്മളിൽ രൂഢമൂലമായി തീരണം. രണ്ട്, ഈ ഗൗരവമുള്ള വിഷയം നാം ശ്രദ്ധിക്കുമ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നത് എപ്പോഴാണ്? അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ? അത് രക്ഷിക്കപ്പെടാതെ കിടക്കുന്ന ജനത്തിന് വേണ്ടി. പക്ഷെ നമ്മൾ പറയുന്നേ ഉള്ളൂ, നിങ്ങൾ വീട്ടിൽ പോയി കണ്ടുപിടിക്കും. എന്തെങ്കിലും ഞാൻ വന്ന് ഞാൻ ചോദിക്കും. മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, മോശെ മോശെ, നിന്റെ കഷ്ടപ്പാട് മുഴുവൻ ഞാൻ കണ്ടുകൂടാ, ഞാൻ നിന്നെ സഹായിക്കാം. നീ അവിടുന്ന് ഓടിപ്പോന്നില്ലേ, പറവന്റെ കൊട്ടാരം വിട്ടില്ലേ, ഒരുപാട് കഷ്ടം സഹിച്ചില്ലേ, മിസ്രൈമിലെ ധനം വേണ്ട എന്ന് വെച്ചില്ലേ, പറവന്റെ പുത്രി എന്ന വിളിപ്പേര് നീ വേണ്ടെന്ന് വെച്ചില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങ് അനുഗ്രഹിച്ച് തലയാക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്തോന്ന് അവരോട് പറഞ്ഞ്, ഇസ്രായേൽ മക്കളുടെ കഷ്ടതയും കണ്ണുനീരും ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ എന്റെ ചെവിയില് എത്തിയിരിക്കും, അവരെ വിടുവിക്കുവാൻ ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. നമ്മളാണ് എന്ത് പറഞ്ഞേ, എന്താ കർത്താവ് ഈ പരിപാടി? ഞാൻ ഈ കഷ്ടതയെ കിടന്ന് വേദനിക്കുമ്പോ ആദ്യം എന്റെ പ്രശ്നമൊന്ന് ദൈവസഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം നിത്യജീവനാണ്. ആ നിത്യജീവൻ ലഭിച്ച അവനെ
കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശിയായി തീർന്ന ദൈവവേദനെ കഷ്ടതയ്ക്കോ രോഗത്തിനോ മരണത്തിനോ യാതൊന്നിനും തകർത്ത് കളയുവാൻ കഴിയുകയില്ല. അവൻ ദൈവത്തിന്റെ മകനായി തീരുകയാണ്. ആ വിശ്വാസത്തിന്റെ ഉറപ്പാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. രണ്ട് കാര്യങ്ങൾ ചേർന്ന് ചിന്തിച്ച് ചില വചനങ്ങൾ മാത്രം ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ വേഗത്തിൽ അവസാനിപ്പിക്കണം. ദൈവം അനുവദിക്കുന്ന പക്ഷെ മറ്റൊരു സമയം കർത്താവിന്റെ ദാസൻ വളരെ കരുതലോടെ എനിക്ക് നൽകിയ നല്ല സമയം, കൂടുതൽ സമയം അനുവദിച്ചു. വാസ്തവത്തിൽ 12:30 ആരാധന തീരേണ്ടതാണ്. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം നിങ്ങളെ പിടിച്ചിരുത്തണമല്ലോ അത്രയും സമയം കൂടെ. എന്നിരുന്നാലും വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. 1 ശമൂവേൽ 2:7. വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, നന്നായിട്ട് വായിച്ചു, ഒന്ന് ഉറക്കെ വായിച്ചു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. യഹോവ എന്ത് നൽകുന്നു? ദാരിദ്ര്യവും. വല്ല പിടിയോ വല്ലതും മനസ്സിലായോ? യഹോവ ഒരു വ്യക്തിക്ക് തന്നെ എന്ത് നൽകുന്നു? ദാരിദ്ര്യവും കൊടുക്കുന്നു, ഐശ്വര്യവും കൊടുക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരു പഠിത്തവും പഠിപ്പിക്കലും ഒക്കെ അറിയാതെ വന്നു പോകുന്ന ദാരിദ്ര്യമോ കഷ്ടതയോ പ്രതിസന്ധിയോ വല്ലതും ഉണ്ടായാൽ അത് പിശാചിന്റെ പോരാട്ടം. രോഗം വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആരോഗ്യം പിശാചിന്റെ രോഗം. അപ്പണ്ടാൻ സ്നേഹിക്കുന്ന ഏത് മക്കളെ എന്ത് ചെയ്യും? ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യും. ഇല്ലേ? അത് സ്നേഹത്തിന്റെ അടയാളം ആണോ? ഈ രണ്ടാകുഞ്ഞുങ്ങളാണ്. അവരെങ്ങനെ വഴിയേറിയിരുന്ന് വീട് വലിക്കുകയോ കള്ളു കുടിക്കുകയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്റെ ഹൃദയം തരം നല്ല പൊട്ടി വെച്ച് കൊടുക്കും. ഇല്ലേ? അതേസമയം നാട്ടുകാരെ പിള്ളേരാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വല്ല തല്ലാനുള്ള അധികാരമുണ്ടോ? തന്നെ തല്ലിന്റെ നേരെ നോക്കിയാൽ മതി. നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ബന്ധം, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ നമ്മളിൽ സംഭവിക്കുന്ന ഇഹലോക ജീവിതം വിട്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടി, നമ്മുടെ അകത്തെ മനുഷ്യനെ നിത്യതയ്ക്ക് അവകാശിയാക്കാൻ വേണ്ടി നമ്മുടെ ജഡത്തിൽ ദൈവം കഷ്ടത അനുഭവിക്കും. അത് അനുഭവിച്ചു തരും. കാരണം വെച്ചാൽ അകത്തെ മനുഷ്യൻ വെളിപ്പെടണം. ഇവിടെ തിരുവനന്തപുരത്ത് പറയാ ദാരിദ്ര്യവും ഐശ്വര്യവും തരും. ദാരിദ്ര്യം തന്നെ താഴ്ത്തുന്നതിന് വേണ്ടിയാ. നാം അവന്റെ ചട്ടങ്ങളിൽ നടക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് വേണ്ടിയാണെന്നാണ് ബൈബിൾ പറയുന്നത്. ആണോ അല്ലയോ? അപ്പൊ ദാരിദ്ര്യം തരുന്നു, സമ്പത്തും തരുന്നു. ഇനി അപ്പൊ പ്രിയമുള്ളവരെ, സമ്പത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്വത്രകാലൊക്കെ വരും. ശരിയല്ലേ? ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും. പക്ഷെ പൗലോസ് വിശുദ്ധന്മാര് യേശു എല്ലാം പറയുന്നത് നമ്മൾ അങ്ങനെ ആകരുത്. എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയും. ഞാൻ എല്ലാ കാലത്തും എന്ത് ചെയ്യണം? യഹോവയെ വാഴ്ത്തണം. എല്ലാ കാലത്തും ദൈവത്തെ എന്ത് ചെയ്യണം? വാഴ്ത്തണം. തിരുവചനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ വചനത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 8-ാം വാക്യം. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക, അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴ്ചേക്കാം. സഹായിപ്പാനും വീഴ്പ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. വാക്യം ശ്രദ്ധിച്ചു. സഹായിപ്പാനും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളെ ആദ്യം കണ്ടു ദാരിദ്ര്യവും ഐശ്വര്യവും ദൈവം തരുന്നു. ഇവിടെ പറയാ സഹായിക്കുകയും ചെയ്യും. നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് കഷ്ടത അനുഭവിക്കും. അത് അനുവദിക്കുകയും ചെയ്യും. അധികം ഫലം കായ്ക്കേണ്ടതിന് എന്ത് ചെയ്യും? ചെത്തി. അപ്പം നെടുമ്പാശ്ശേരിയിലുള്ള ആത്മീയ വളർച്ചയും ദൈവികമായിരിക്കുന്ന ഒരു ഉന്നതിയൊക്കെ കാണുമ്പോൾ ഷുവറായിട്ടും പ്രതീക്ഷിച്ചോ ചെത്തനും വെടിപ്പാക്കലും ഒക്കെ ഉണ്ടാകും. സമയം പേടിക്കണ്ട. അത് എന്തിനാണെന്നറിയാമോ? അധികം ഫലം കായ്ക്കേണ്ടതിന്, ആത്മാക്കളെ നേടേണ്ടതിന്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതിന്, ദൈവം ഈ ശക്തിയോടെ പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് അത് അനുവദിക്കും.
അപ്പൊ തിരുവനന്തപുരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ പറയാ വീഴ്ത്തുവാനും താഴ്ത്തുവാനും താങ്ങുവാനും ഒക്കെ ദൈവത്തെ കൊണ്ട് താങ്ങുന്നതും വീഴ്ത്തുന്നതും ആരാണ്? യഹോവയായ ദൈവമാണ്. നമ്മൾ ശ്രദ്ധിച്ച് യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിച്ച്. യോബ് 5:18. അവൻ മുറിവേൽക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചവയ്ക്കുകയും തൃപ്തി കൊടുക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ രണ്ട് കാര്യം ആര് ചെയ്യും? യഹോവയായ ദൈവം ചെയ്യും. ഏതൊക്കെയാ? മുറിവേൽപ്പിക്കും. എന്തുകൊണ്ടാണ് മുറിവേൽപ്പിക്കുന്നത്? നാം എബ്രായലേഖനം പഠിക്കുമ്പോൾ മുറിവേൽപ്പിക്കുന്ന ആയുധം ഏതാണ്? വചനം എന്ന വാൾ കൊണ്ട് നമ്മളെ എന്ത് ചെയ്യും? ഒന്ന് കീറും. കീറിയിട്ടുണ്ട്. ആ വചനത്തിന്റെ ഇരുവായുത്തല എബ്രായലേഖനം വാക്കിയെടുത്ത വേഗത്തിൽ നമുക്ക് വായിച്ചു പോകും. ഇനി എന്റെ മുമ്പിൽ ഉള്ള സമയത്തിനുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവിടെ ശ്രദ്ധിക്കുക. വചനം എന്ന വാളിന്റെ പ്രത്യേകത അതിന്റെ 4-ാം അധ്യായം അല്ലെ 12-ാം വാക്യം വായിച്ചു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നത്. നമ്മൾ എങ്ങനെയൊക്കെ സ്തോത്രം പറഞ്ഞാലും ഹല്ലേലൂയ പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞാലും എങ്ങനെ ആരാധിച്ചാലും ഹൃദയത്തിന്റെ ഭാവങ്ങളെ വിവേചിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. നമ്മുടെ നിലവുകളെ തൂക്കി നോക്കുന്ന ദൈവമുണ്ട്. നമ്മളെ ആരാഞ്ഞറിയുന്ന സ്നേഹനിധിയായ ഒരു ദൈവമുണ്ട്. അവൻ ആ വചനം കൊണ്ട് നമ്മളെ കീറും. ആ വചനം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മളെ കീറിക്കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്നറിയാമോ? ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവവചനം നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ദൈവവചനം നമ്മളെ കേടുപോക്കുന്നതാണ്. ദൈവവചനം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടതയോ രോഗമോ പ്രതിസന്ധിയോ ഒറ്റപ്പെടുന്നോ കടന്നു വന്ന് മുഴുവക്കപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ, ഞാൻ മിടുക്കനാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ പതുക്കൊന്ന് പിടിച്ചിരുന്നു. ഇരുത്തോ? എന്തിനു വേണ്ടിയാ? മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ചിലപ്പോൾ ഞാൻ നന്നായി പാടുമായിരിക്കും, ചിലപ്പോൾ നന്നായി പ്രസംഗിക്കുമായിരിക്കും, ചിലപ്പോൾ ഞാൻ നന്നായി സുവിശേഷം പറയുമായിരിക്കും, ചിലപ്പോൾ എനിക്ക് പല കാര്യങ്ങളിൽ ക്വാളിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ സ്നേഹനിധിയായ അപ്പനുണ്ടല്ലോ. ഹല്ലേലൂയ. ചെറിയൊരു ഉദാഹരണം പറയാം. ഒരിക്കലും ദൈവാസം പറഞ്ഞ 2 സഹോദരന്മാര്. ശ്യാമിന്റെ സഹോദരനുണ്ടോ ഇവിടെ? സഹോദരന്മാരാ 2 പേര്. ഇനിയിപ്പം സഹോദരന്മാര് 2 പേര് എൽജോയും എൽദോ പാസ്റ്ററും ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. 2 പേര് ഇത് സംഭവിച്ചൊരു കാര്യത്തെ കുറിച്ച് ഒരു കഥയായിട്ട് ഇങ്ങനെ പറയുന്നു. 2 പേരും നല്ല പെയിന്റിങ് ചെയ്യുന്ന ആളുകളായിരുന്നു. ഒരു വിഷയങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ മനോഹരമായ ടെറസിന് മുകളില് ഒരു മനോഹരമായ ഭിത്തിയില് ജ്യേഷ്ഠനും അനുജനും നിന്ന് പെയിന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ എഡ്ജിലൂടെ ഇങ്ങനെ നടന്നുപോയി അനുജൻ വളരെ നന്നായി വൃത്തിയായി പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അനിയന്റെ കാഴ്ചപ്പാട് ഒരു 2 നിലയുടെ മുകളില് ഈ സൈഡിലൂടെ ഇവരിങ്ങനെ നടന്ന് പുറകോട്ട് നീങ്ങി ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇവിടെ നോക്കുന്നില്ല, ഇവിടെ നോക്കി ഇങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയില് അനുജൻ ജ്യേഷ്ഠ സഹോദരൻ താഴെ നോക്കി കഴിഞ്ഞപ്പോൾ ഇനി ഒരു സ്റ്റെപ്പ് വെച്ചാൽ എന്റെ അനുജൻ താഴെ പോകും. അവൻ പെയിന്റിങ് തീർക്കാൻ പോവാ. പക്ഷെ ഇവൻ ചെയ്ത കാര്യം, ഇവന്റെ കയ്യിലിരുന്ന പെയിന്റ് ബോട്ടിൽ എടുത്ത് അവൻ പെയിന്റ് അടിച്ചോണ്ടിരുന്നിടത്തേക്ക് ആദ്യം ഒരു എയർ വെച്ച് കൊടുത്തു. ആ പെയിന്റ് മുഴുവൻ ചിത്രത്തിൽ വീണ ചിത്രം മുഴുവൻ വൃത്തികേടായി പോയി. ഇവൻ വേഗം തിരിഞ്ഞു നോക്കി, പിറകോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ നിൽക്കുക. അവനെ പറയാത്ത ചീത്തയും കുഴപ്പമൊന്നുമില്ല. നീ എന്റെ പെയിന്റിങ് കളഞ്ഞു, നീ എന്റെ അധ്വാനം കളഞ്ഞു, നിനക്കെന്നോട് അസൂയ, നിനക്കെന്റെ വളർച്ച ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. പറഞ്ഞ ഒറ്റ പദമുണ്ട്, എടാ നിന്റെ പെയിന്റിങ്ങിനേക്കാളും വളർന്നിരിക്കുന്ന ജീവനാണ്. ഈ ഒരു പെയിന്റിങ് പോയാൽ നിനക്കൊന്നും സംഭവിക്കുകയില്ല. അതിനേക്കാളും നല്ല പെയിന്റിങ് നീ വരയ്ക്കും. പക്ഷേ നിന്റെ ജീവൻ എനിക്ക് വിലയേറിയതാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ശിക്ഷിക്കുമ്പോൾ, ദൈവം ശാസിക്കുമ്പോൾ, ദൈവത്തിന്റെ വഴികളെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ, ഒരു ഭക്തനെ സംബന്ധിച്ച് അവന്റെ പോരായ്മകളെ വിരൽ ചൂണ്ടുമ്പോൾ അവനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തിക്കണം, നമ്മളെ ഉയർത്തണം. ഹല്ലേലൂയ. ചരിത്രം പിന്നാലെ ഇങ്ങനെ പറയുന്നത്,
അവൻ അതിനേക്കാൾ മനോഹരമായ ചിത്രം പിന്നീട് വരച്ചു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മുടെ പെയിന്റിങ്ങുകൾ പലതും ചീത്തയായി പോയേക്കാം. നമ്മുടെ പല പദ്ധതികളും ഈ പെയിന്റിങ്ങിന് കൂടുതൽ ഉൾപ്പെടുത്താം. വീട്ടിലേക്ക് ഒരു പദ്ധതി ഉണ്ടായിരിക്കാം, ജോലിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം, തലമുറയ്ക്ക് വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം, പ്രിയമുള്ളവരെ വിവാഹത്തിന് വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. ചില പെയിന്റിങ്ങുകൾ ദൈവം വെട്ടിയെങ്കിൽ അറിയണം, നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ കൊള്ളാകുന്നവരാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഒരുക്കി തരുന്ന പാപശിക്ഷകളായ അതിനെ കണ്ടാൽ മതി. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ നാമത്തെ അറിയാൻ ഞാൻ അവനെ. അപ്പോൾ പ്രിയമുള്ളവരെ, ദാരിദ്ര്യവും ഐശ്വര്യവും തരുന്ന ദൈവമാണ്, ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ്, മുറിവുണ്ടാക്കുകയും മുറിവിട്ടുകയും ചെയ്യുന്നത് ദൈവമാണ്. വീണ്ടും തിരുവനന്തപുരത്ത് ശ്രദ്ധിക്കാൻ 1 ശമൂവേൽ 2:6 വാക്യം ഒന്ന് വായിച്ചു. 2:6 വാക്യം. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവം തന്നെ ഇതെല്ലാം നമുക്ക് അനുവദിച്ചു തരും. ഈ പണ്ട് 4 പേർ ആനയെ കാണാൻ പോയ കഥ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. പാസ്റ്റർമാർ ഈ പാസ്റ്റർ എന്തിനാ കഥ പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് ഞാൻ ആദ്യമായിട്ട് റിസപ്ഷനിൽ പങ്കെടുക്കും. 4 പേർക്കും കളി കാഴ്ച. മക്കളെ ഇവിടെ ശ്രദ്ധി, ആനയുടെ കഥ പറയല്ലേ പാസ്റ്റർ. അപ്പൊ 4 പേര് ചേർന്ന് ആനയെ ഇങ്ങനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ ആന എങ്ങനെ ഇരിക്കുന്നു എന്ന് ഇവരോട് പറഞ്ഞു, ഇവരോടൊന്ന് പറയണം. ഒരുത്തൻ പോയി വാല പിടിച്ചു, വാലിന്റെ തുമ്പത്ത് പിടിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ അടിയിൽ ഇങ്ങനെ ആ വാലിന്റെ തുമ്പത്ത് കുറച്ച് രോഗമൊക്കെ ഉണ്ടല്ലോ. ഇവൻ പറഞ്ഞു ചൂട് പോലെയാണ് ആന. ആന എങ്ങനെ ഇരിക്കുന്നു? ചൂട് പോലെ ഇരിക്കും. മറ്റൊരുത്തൻ കാലം പോയി പിടിച്ചിട്ട് ഇത് വലിയ ഭയങ്കര പെരുത്ത ആഞ്ഞിലി തൂണ് പോലെ, ആഞ്ഞിലി പോലെ തൂണ് പോലെ ഇരിക്കും. ആന ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ എടുത്ത് പോയി വയറെ പോയി ഇങ്ങനെ പാറ പോലെ ഇരിക്കുന്നു. പാറ പോലെയാണ് ഇരിക്കുന്നത്. വേറെ ചങ്ങാതി പോയി ചെവ പിടിച്ചിട്ട് ഇത് മുറം പോലെ ഇരിക്കുന്നത്. അപ്പൊ ആനയ്ക്കുള്ള നിർവചനം, ഡെഫിനിഷൻ എങ്ങനെയൊക്കെയുണ്ട്? ചൂല്, പാറ, തൂണ്, മുറം. സ്വത്രം. സുവിശേഷത്തിന്റെ നിർവചനത്തെ തെറ്റിച്ച് കളയരുത്. സത്യസന്ധമായി നിത്യജീവനില് രോഗശാന്തിയുണ്ട്, ഭൂതശാന്തിയുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, സമൃദ്ധിയുണ്ട്, സ്വർഗീയമായ നന്മകളുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് സുവിശേഷം എന്ന് പറയുമ്പോൾ തെറ്റിപ്പോകും. ദൈവകൃപയുടെ സുവിശേഷം, നിത്യജീവന്റെ സുവിശേഷം, സത്യസുവിശേഷം, അത് നമ്മൾ യഥാർത്ഥമായി ഗ്രഹിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇതിലൂടെ സമരസപ്പെട്ട ഒരു ഒഴുക്കാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത്. അത് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നിത്യതയിൽ ദൈവത്തോടൊത്ത് വാഴേണ്ടതിന് വേണ്ടി ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളിൽ ഇടറിപ്പോകാതെ ഭൂമിയിൽ ഉറച്ചു നിന്നാൽ അവന്റെ വരവിന്റെ നാളിൽ നാം ലജ്ജിച്ചു പോകുകയില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം, ഈ കഷ്ടതയിൽ ഈ യജമാനൻ നമ്മളെ വിട്ടുപോവുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, സ്വർണ്ണപ്പണിക്കാരൻ അവന്റെ കയ്യിലിരിക്കുന്നതായ ആ സ്വർണത്തിന്റെ ഉരുപ്പിടി തീയിലേക്ക് വെച്ച് കഴിഞ്ഞ് അത് നന്നായിട്ട് ചൂട് കൂട്ടി അത് ഉരുക്കുമ്പോൾ ജ്വാല ഇങ്ങനെ ആളെ കത്തുപടിയില്. എന്നാൽ ഈ സ്വർണത്തിന്റെ ഉരുപ്പിടി തീയിലിരിക്കുമ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരൻ അവൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയില്ല. അവന്റെ കണ്ണെപ്പോഴും ആ തീയിൽ വെച്ചിരിക്കുന്ന ആ ഉലയിലിരിക്കുന്നതായ ആ പൊന്നിന്റെ നിലയാണ്. അല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് അറിഞ്ഞ് അഗ്നി ശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം എനിക്ക് നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകാതെ ജീവനുള്ള ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടണം. ഇതൊക്കെ വരും, ഈ പരിശോധനകളൊക്കെ വരും. പക്ഷെ ഉലയിൽ വെച്ചവനറിയാം ഇത് ഏത് സമയത്ത് എടുക്കണം. ഉലയിൽ വയ്ക്കുന്ന ഇരുമ്പാകട്ടെ പൊന്നാകട്ടെ, അവൻ അതിനു വേണ്ടി ഒരു തട്ടകമുണ്ട്, അതിനുവേണ്ടി ഒരു അടികല്ലുണ്ട്. ആ പലയിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ കൂടെ കൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ഉദ്ദേശിക്കുന്ന ആയുധമായി തീരേണ്ടതിന്, ഉപകരണമായി തീരേണ്ടതിന്, അലങ്കാരമായി തീരേണ്ടതിന്, അവൻ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് അതിനെ എത്തിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ പണിതെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് പകല് ഇതൊരു കൊച്ചു സഭ, എന്നാൽ ശക്തിയുള്ള സഭ, പരിശുദ്ധമായിട്ട് നിലവിൽ ആരാധിക്കുന്ന ദൈവസഭ. ധാരാളം പ്രതിസന്ധികൾ നിങ്ങളുടെ നടുവിലുണ്ട്. ആ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് വിശ്വസിക്കണം, ഈ കർഷകർക്കപ്പുറത്ത്
എനിക്കൊരു ആശ്വാസ തീരമുണ്ട്. ഈ പ്രതിസന്ധികൾക്കപ്പുറത്ത് എനിക്കൊരു നന്മയുണ്ട്. എന്നെ കുറിച്ചുള്ള ദൈവഇഷ്ടം നിവൃത്തിയാകുവാൻ എന്റെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് ഞാൻ ധൈര്യം കാണിക്കണം. തിരുവഴുത്തില് നമുക്ക് വീണ്ടും 147 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. 3-4 വാക്യം വേഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വായിക്കാം. 47 3-ാം വാക്യം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കി. മനം തകർന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിപാടിയില് ഹൃദയം തകർന്നു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നമ്മുടെ മുറിവുകളെ കെട്ടുക തന്നെ ചെയ്യും. ഇന്ന് തിരുവത്താഴത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. നാം ഈ അപ്പത്തിനും ഈ വീഞ്ഞിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ കർത്താവിൻദാസ് എനിക്ക് വലിയ സന്തോഷം. കാരണം ഈ ശുശ്രൂഷയില് അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ എനിക്കും അവസരം ലഭിച്ചല്ലോ. നാം വളരെ ഗൗരവമായി മനസ്സിലാക്കണം, ഇത് എന്നെ എന്നോട് എന്ത് ചെയ്യും? ജീവിക്കും. തിരുവത്താഴത്തെ കുറിച്ചൊക്കെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാല് അല്ല ഇത് എല്ലാ ആഴ്ചയും നടത്താൻ പറ്റുമെന്നൊക്കെയാ. വാസ്തവത്തിൽ വചനപ്രകാരം നോക്കിയാൽ എല്ലാ ആഴ്ചയും നടത്താമെങ്കിൽ നല്ലതാണ്. പക്ഷേ സമയപരിമിതി ഒരു വിഷയമുള്ളത് കൊണ്ടാണ് എല്ലാ ഇടങ്ങളും തന്നെ 1-2 ആഴ്ചകളാണ് തിരുവത്താഴ നടക്കാൻ. ഞങ്ങളുടെ ഇടയിലൊക്കെ എങ്ങനെ ചെയ്തു പോകും. കാരണം 100-120 ആളുകള് പല സാഹചര്യങ്ങൾ സാക്ഷ്യം പറയാൻ വലിയൊരു നില. ഇന്നിപ്പോ ഞാൻ പോരുന്നതിന് ഒരു കുടുംബത്തിന് സാക്ഷ്യം പറയണം. കാരണം അവർക്ക് അടുത്ത ആഴ്ച കല്യാണം. അപ്പൊ ഞാൻ നിൽക്കുമ്പോൾ സാക്ഷ്യം പറയണം. അപ്പൊ പിന്നെ ആരാധനയ്ക്ക് പ്രബോധനത്തിന് സമയം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അവിടെ വാക്യം പറയാൻ അവസരം ആദ്യം കൊടുക്കുന്നത്. വാക്യം പറഞ്ഞ ഉടനെ തന്നെ ഇവരെ കുടുംബമായിട്ട് വെച്ചെടുത്ത് എന്ത് ചെയ്തു? സാക്ഷ്യം പറയിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമ്മളെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് കൊരിന്ത്യലേഖനത്തിലെ ഒരു വേദഭാഗം മാത്രം, ഇനി അതിനുള്ള സമയമേ എന്റെ മുമ്പിലുള്ളൂ, ഞാൻ വേഗത്തിൽ വായിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കൊരിന്ത്യലേഖനം 16-ാം അധ്യായം, 1 കൊരിന്ത്യലേഖനം 16-ാം അധ്യായം അതിന്റെ 13-14 വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം എന്ത് ചെയ്യണം? സാഹചര്യങ്ങളെ തിരിച്ചറിയേണ്ടതിന്. എന്തുകൊണ്ട് ഉണർന്നിരിക്കണം? അലറുന്ന സിംഹം പോലെ പിശാച് എന്ത് ചെയ്യുന്നു? തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മൾ വർഷമായി പോകാൻ വേണ്ടിയിട്ട് പല സമ്മർദ്ദങ്ങൾ ഇട്ടുകൊണ്ട് പിശാച് ചുറ്റി തിരിഞ്ഞു നടക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അലർട്ടായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം. വീഴുവാനുള്ള സാധ്യതയുണ്ട്. മരിച്ചവരുടെ ഉണർന്നിരിക്കണം, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം, വിശ്വാസത്തിൽ ഉണർന്നിരിക്കണം. ഏത് സമയവും പാപം നിന്റെ വാതിൽക്കൽ കിടക്കുമ്പോൾ അതിനെ മറികടന്നു പോകുവാൻ പരിശുദ്ധമാവിന്റെ ശക്തിക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കണോ? ഉണർന്നിരിപ്പീൻ. ഏറ്റവും ഉണർന്നിരിക്കുവാനും വിശ്വാസത്തിനും പ്രയാസമുള്ളത് നാം മനസ്സിലാക്കി. നിങ്ങൾ വിശ്വാസിക്കുന്നു, നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? പരിശോധിക്കുക. തീത്തോസ് ലേഖനം വായിക്കുമ്പോൾ വചനപ്രകാരം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. വിശുദ്ധന്മാർ ആരായിരിക്കണം? വിശ്വാസത്തില് നല്ല ഉപാധിയുള്ളവരായിരിക്കണം. അതായത് നമ്മുടെ ശാരീരികമായ ആരോഗ്യം കായികമായ അധ്വാനത്തിന് ഭൂമിയിലെ ജീവിതത്തിന് പ്രയോജനമാണ് എങ്കിൽ ആത്മീക യുദ്ധത്തിന് അകത്ത് വചനം വേണം, അകത്ത് പരിശുദ്ധമാ വേണം, അകത്ത് ദൈവശക്തി വേണം. അതിൽ നിറഞ്ഞ് ജീവിക്കുവാൻ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മെ ജയോത്സവമായി വഴി നടത്തുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. തിരുവനന്തപുരത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പുരുഷത്തിൽ ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? അവിടെ നിലനിൽക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവസാനത്തോളം സഹിച്ചു നിൽക്കണമെന്ന് മറ്റൊരു വചനത്തിലെ വ്യാഖ്യാനത്തിൽ കാണാൻ ഇടയായി. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പൊ ജീവിതത്തിന്റെ അവസാന നിമിഷം പാപം അതിന്റെ പാരമ്യത്തിലെത്തി. ഈ വാക്യം പറയുമ്പോ എബ്രായലേഖനം 1-ാം ഓർമ്മ വരുന്നത്. അവിടെ പറയാ പാപത്തോട് യുദ്ധം ചെയ്യുന്നതിൽ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കണം. മരിക്കേണ്ടി വന്നാലും, തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞാലും, സിംഹത്തിന്റെ കുടിയിലേക്ക് തള്ളിയിട്ടാലും, കത്തുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞാലും, കഴുത്ത് വെട്ടിക്കളഞ്ഞാലും, എന്റെ പ്രാണൻ പോയാലും എനിക്ക് വേണ്ടി പ്രാണൻ നൽകിയ എന്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറയില്ല. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, ജീവനത്തിൻ വമ്പു
കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. നമ്മുടെ കാഴ്ചപ്പാട് ക്രൂശിനോട് ചേർന്ന് വെക്കണം. നമുക്ക് പ്രശംസിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശല്ല വേറൊന്നുണ്ടായിരുന്നു. തിരുവഴുത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ പറയാം, ഉണർന്നിരിക്കണം, വിശ്വാസത്തിൽ നിൽക്കണം. സഭയെ പൗലോസ് ഉറപ്പിക്കുക. പലവട്ടം ജയില്, ഒന്ന് പറയാം 5 വട്ടം അടി കൊണ്ടവൻ, 149 അടി വെച്ച് 49 അടി വെച്ച് 5 വട്ടം അടി കൊണ്ടവൻ, 195 അടിയുടെ പാട് ശരീരത്തുള്ള മനുഷ്യൻ പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? അകത്തായിരിക്കണം. പലവട്ടം തടവ്, പട്ടിണി, ഉപദ്രവം, കഷ്ടത, ഇതെല്ലാം അനുഭവിച്ച മനുഷ്യൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അതുകൊണ്ട് തീർന്നോ? ഇല്ല, ഞാൻ ആരെ വിശ്വസിക്കുന്ന അറിയുന്നു. അവന്റെ ഉപമതിയ അവന്റെ അവസാനത്തെ ഉണ്ടാക്കുവാൻ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുന്ന നിമിഷം വരെ എന്നെ പരിപാലിക്കുവാൻ എന്റെ ദൈവം മതിയായവൻ. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. തിരുവനന്തപുരത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തെ നിലനിർപ്പീൻ, പുരുഷത്വം. ഈ പുരുഷത്വം കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരെ തടിമിടുക്ക് കാണിക്കാന്നുള്ള അർത്ഥമല്ല. ആത്മസ്വഭാവം കാണിക്കുന്നത്. അതായത് ജഡത്തിന്റെ പ്രവൃത്തികൾ നമുക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ആത്മശക്തി കൊണ്ട് അവയെ എന്ത് ചെയ്യണം? ജയിക്കണം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകൾ എടുപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. തല്ലുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, പീഡനം കടന്നു വരുമ്പോൾ, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ, അനാവശ്യമായി മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, നമ്മെ തള്ളിക്കളയുമ്പോൾ, അവിടെയാണ് പുരുഷത്വം കാണിക്കുന്നത്. പാപത്തോട് പോരാടുന്നതിന് പുരുഷത്വം കാണിക്കും. എന്ത് കഷ്ടം വന്നാലും ശരി, പാപം ചെയ്യത്തില്ല എന്നുള്ള ഉടമ്പടി നിൽക്കണം. ദൈവത്തിന് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തീച്ചുള്ളിൽ ഇറങ്ങി വന്നില്ലേ? ഇറങ്ങി വന്നില്ലയോ? 3 ബാലന്മാരുടെ ആരിറങ്ങി വന്നു? ദൈവം ഇറങ്ങി വന്നു. സിംഹത്തിനുള്ളിൽ ആരിറങ്ങി വന്നു? കർത്താവ് ഇറങ്ങി വന്നു. വായ മൂടി കളഞ്ഞു. തിളച്ച എണ്ണയുടെ നടുവിന് ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിന് എവിടെ ഇറങ്ങി വരാം, പക്ഷെ പാപമുള്ളിടത്ത് ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മുടെ രഹസ്യവും പരസ്യമായ ജീവിതത്തിൽ ആരാധന കഴിഞ്ഞാൽ ആരാധന തുടങ്ങുക. പാസ്റ്ററുടെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുമ്പോൾ ആശീർവാദത്തിന്റെ അവസാനം പറയുന്ന വാക്ക് നിങ്ങൾക്ക് മനപ്പാടം അറിയാം. എന്താണ്? പിതാവായ ദൈവത്തിന്റെയും പുത്രനാം ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സംബന്ധവും സഹവാസവും കൂട്ടായ്മയും എപ്പോഴും അത് ഓരോരുത്തരനുസരിച്ച് ഇപ്പോഴും എപ്പോഴും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നറിയോ? ഈ ഉപദേശി പിടിയിട്ടില്ലേ? പറഞ്ഞുതരാം. ഉപദേശി എന്താ ചെയ്യുന്നറിയോ? ഉപദേശി പറയുന്നേ, ഞാൻ നിങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മയിൽ ഫലം കൽപ്പിച്ച് വിടുകയാണ്. സഭയിലെ കൂട്ടായ്മ കഴിഞ്ഞാൽ അടുത്ത കൂട്ടായ്മ തുടങ്ങുക. പുറത്തിറങ്ങി പിറ്റേ കൂട്ടായ്മയ്ക്ക് വരുന്നവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മയിൽ ജീവിച്ചോണം. പിടിയിട്ടില്ല.